പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹുർഫത്തുൽ ആറായി അഥവാ അഭിപ്രായമുറി എന്ന പരിപാടിയിലെ സുപ്രധാനമായ വിഷയമായ കാലാവസ്ഥാ വ്യതിയാനത്തെ, തഗയ്യുറുൽ മുനാഹി എന്നെക്കുറിച്ചാണ്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ ഈ പാഠഭാഗം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നിനെക്കുറിച്ചുള്ള സമഗ്രമായ അവബോധം നൽകുന്നു. ചർച്ചയുടെ ആമുഖം: എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഈ പരിപാടി അവതരിപ്പിക്കുന്നത് കനാത്തിൻ നഹ്ല അഥവാ അന്നഹ്ല ചാനൽ വഴിയാണ്. ആമുഖത്തിൽ തന്നെ പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനം എന്നത് സമകാലിക ലോകത്തിലെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഡോക്ടർ മുന മറിയം നൽകിയ നിർവചനം നോക്കാം. കാലാവസ്ഥാ വ്യതിയാനമെന്നാൽ ഭൂമിയിലെ താപനിലയിലും കാലാവസ്ഥാ രീതികളിലുമുണ്ടാകുന്ന ദീർഘകാലമാറ്റങ്ങളാണ്. ഈ പ്രതിഭാസം മൃഗങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ചർച്ചയിലെ വിശിഷ്ടാതിഥികൾ: ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാൻ 3 വിദഗ്ധരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഒന്ന് പ്രൊഫസർ റന കരീമ, ഗവേഷക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ. 2 ഡോക്ടർ മുന മറിയം, പരിസ്ഥിതി പ്രവർത്തക, പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമായ വ്യക്തി. 3 പ്രൊഫസർ ജൂൺ ജോസഫ്, ഭൂമിശാസ്ത്ര വിഭാഗം മേധാവി, യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസിലെ വിദഗ്ധൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ. പ്രൊഫസർ റാന കരീമ ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണങ്ങൾ വിശദീകരിക്കുന്നത് പ്രധാനമായും 2 വിഭാഗങ്ങളായിട്ടാണ്. ഒന്ന് പരിസ്ഥിതിപരമായ കാരണങ്ങൾ അഥവാ പ്രകൃതിദത്തമായവ: അഗ്നിപർവ്വത സ്ഫോടനം അഥവാ ബുർക്കാനി, വെള്ളപ്പൊക്കം അഥവാ ഫയൽലാനി, വനത്തിലെ തീപിടുത്തം അഥവാ ഹരീക്കിൽ ഗാബത്തി. മനുഷ്യന്റെ ഇടപെടലുകൾ കാരണമുള്ള കാരണങ്ങൾ: മലിനീകരണം അഥവാ തൽവിയത്തി, വനങ്ങളും മലങ്ങളും നീക്കം ചെയ്യൽ അഥവാ ഇസാലത്തിൽ ഗാബാത്തി വൽ ജിബാലി, പരിധിയില്ലാത്ത പ്ലാസ്റ്റിക്കും എണ്ണയും ഉപയോഗം അഥവാ ഇസ്തിഖ്ദാമിൽ ബുലാസ്തിക്കി വൻ നിഫ്തി ബിലാ ഹുദൂദി. ഇതിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഗുരുതരമായ അവസ്ഥയ്ക്ക് പ്രധാന കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ. കാലാവസ്ഥാ മാറ്റം നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ദോഷകരമായ സ്വാധീനത്തെക്കുറിച്ച് പ്രൊഫസർ ജോൺ ജോസഫ് വിശദീകരിക്കുന്നത്: താപനില വർധനവ്, സതർഫൌൺ ദറജാത്തിൽ ഹറാറത്തി, വരൾച്ചയും ക്ഷാമവും വർദ്ധിക്കൽ, വ തസീദുൽ ജഫാഫ വൽ കഹ്ത, ജീവിത വ്യവസ്ഥ തകരാറിലാകൽ, വ തുഫ്സീദ് നിലാമൽ ഹയാത്തി, പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. താസീറാത്തുൻ ഖതീറത്തിൻ ഫിൽ ബീഅത്തി. പരിഹാരമാർഗങ്ങൾ. ഡോക്ടർ മുന മറിയം ഈ ഗുരുതരമായ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന് വിശദീകരിക്കുന്നു. പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രാജ്യങ്ങളും ആവശ്യമായ പ്രവർത്തനങ്ങൾ അഥവാ നശാതാത്തിൽ ലാസിമത്തി ചെയ്യണം. വൃക്ഷങ്ങൾ നടൽ അഥവാ തഷ്ജീറി, മലിനീകരണത്തിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കൽ അഥവാ അൽ മുഹാഫളത്തി അലൽ ബീഅത്തി മിനത് തൽവീസി. നമ്മുടെ ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഈ പാഠഭാഗം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വിവിധ മാനങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു. പാരിസ്ഥിതിക വിഷയങ്ങളിൽ കൂടുതൽ അവബോധം വളർത്താൻ ഇത് സഹായിക്കും. അടിയന്തര അറിയിപ്പുകൾ. പാഠഭാഗത്തിന്റെ ഇടയിൽ ചില അടിയന്തര വാർത്തകൾ അഥവാ അൽ അഖ്ബാറുൽ ആജില എന്നും കാണാം. ഇത് ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നു. ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ച വാർത്ത. തീരദേശവാസികൾക്ക് കനത്ത മഴയെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ വെള്ളപ്പൊക്കത്തിൽ 100കണക്കിന് ആളുകൾ മരിച്ച വാർത്ത. ഈ അടിയന്തര അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം വെറുമൊരു ചർച്ചാ വിഷയം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വനനശീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിനായുള്ള ഒരു ആമുഖം തയ്യാറാക്കാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനും ഈ വിവരങ്ങൾ സഹായകരമാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാവട്ടും നന്ദി അറിയിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.